По Москве? Или кататься по Москве? English? Yeah. Beautiful bus. It is. Thank you. India. India, namaste. Namaste. Where are you from? I'm from here. Yes. This is beautiful girl. Yeah. It's wonderful. What is your name? Jasmine. I'm Paul. Jasmine? Oh. I'm Paul. Jasmine? Oh. Yeah, it's beautiful. Yeah, she is. Yeah, fantastic. Yeah. Bye. Nice to meet you, Paul. Bye. Bye. Thank you. ഹലോ ഗൈസ്, എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ബിഗ് ബോസിലെ ജാസ്മിനെ എല്ലാവരും മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. പുള്ളിക്കാരി ഭയങ്കര ഫേമസ് ആണ്. ഇപ്പോൾ ഫ്രണ്ട് ആപ്പിനെ പ്രൊമോഷൻ ചെയ്തിട്ട് എയറിലൊക്കെ ആയ ഒരാളാണ്. പോരാത്തതിന് റംസാൻ മാസത്തിൽ നോമ്പ് എടുത്തിട്ടില്ല എന്നും പറഞ്ഞ് കുറച്ച് പേര് റിയാക്ഷൻസ് വീഡിയോസ് ഒക്കെ ഇറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജാസ്മിൻ വല്ലാത്തൊരു സൈബർ ബുള്ളിങ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് കേരളത്തിലല്ലാത്തത് കൊണ്ടും റഷ്യയിൽ അടിച്ചു പൊളിക്കുന്നത് കൊണ്ടും ജാസ്മിൻ അത് അധികം ശ്രദ്ധിച്ച് എടുക്കുന്നില്ല എന്ന് മാത്രം. ഇപ്പം വിവാദമാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് റഷ്യയിലൊക്കെയാണല്ലോ, അടിച്ചു പൊളിക്കുകയാണല്ലോ. പുള്ളിക്കാരിയുടെ കൈക്ക് അവിടെയുള്ളൊരു റഷ്യൻ പൗരൻ ചുംബനം വെച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതൊക്കെ ഇപ്പം ഇത്ര വലിയ ആഗോള പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കാം. ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം ജാസ്മിനെതിരെ നിരവധി ട്രോളൊക്കെ പിന്നെയും നമുക്ക് സഹിക്കാം. അതൊക്കെ ഒരു രസകരമായിട്ട് ഫണ്ണി ടൈപ്പിൽ ചെയ്തു വെച്ചേക്കുന്നതാണ്. പക്ഷേ വ്യക്തിഹത്യ, അധിക്ഷേപം, ജാസ്മിൻ്റെ ആ ഒരു സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ മോശമാക്കുന്ന രീതിയിൽ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഓരോ പോസ്റ്റും കാര്യങ്ങളും കമൻറ്റും ഒക്കെയാണിപ്പം ഓരോരുത്തരും അടിച്ച് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്: എന്തിനാണ് നിങ്ങൾ അത്തരത്തിലൊരു പെൺകുട്ടീനെ സമൂഹ മാധ്യമങ്ങളിൽ വലിച്ചിഴച്ചിട്ട് അവളെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിൽ ചിത്രീകരിക്കുന്നത്? എന്തിനാണ്? നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്ന സമയത്ത് ഞാൻ അതിൽ വെക്കുന്ന തെളിവുകളും കൂടെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. റമദാൻ മാസത്തിൽ നോമ്പെടുക്കാത്തതിനെ ചൊല്ലിയിട്ടും ഒരു റഷ്യൻ പൗരൻ അവളെ ചുംബിച്ചു എന്ന പേരിലും, ചുംബിച്ചു എന്ന് പറഞ്ഞാൽ കൈക്കാണ്, അയാളെ മാനേഴ്സിന് ഒന്ന് ചുംബിച്ചു, ഒരു ഫ്രണ്ട്ലി ഹഗ് കൊടുത്തു, ഓക്കെ, അത് അവിടെ തീർന്നു. അത് ഒക്കെ പറഞ്ഞിട്ട് അവളുടെ ക്യാരക്ടർ മോശമാണ് എന്ന രീതിയിൽ ചിത്രീകരിച്ച് എന്തിനാണ് ഒരാൾ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുണ്യമാസത്തിൽ ഒരു പെൺകുട്ടീനെ ഇത്തരത്തിൽ വിമർശിക്കുകയും മോശം പറയുകയും പരദൂഷണം അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ. അവളുടെ പൈസയ്ക്ക് അടിച്ചു പൊളിക്കുന്നു, അവളുടെ പൈസയ്ക്ക് ഊര് തിണ്ടുന്നു. പിന്നെ നിങ്ങളുടെ വിഷയമൊക്കെ എന്താണ്? നോമ്പെടുക്കാത്തതാണ് വിഷയമെങ്കിൽ അത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത ആൾക്കാർ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇന്ന വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പിന്നെ പൊതുവായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ നോമ്പെടുക്കാത്തൊരു വ്യക്തി അവർ നോമ്പ് എടുത്തിട്ടില്ല എന്ന് അറിയാം. പിന്നെ അത് പൊതുവായി വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇവിടെ വേറൊരാൾ, നിങ്ങൾ ഈ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇതിൽ ഹിന്ദുക്കൾ വരെ പകൽ നേരം ഭക്ഷണം ഒഴിവാക്കുന്ന ഒരു പ്രവണത എന്ന് ഈ സൈഡിൽ ഞാൻ കൊടുക്കാം. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ജാസ്മിനെ കുറിച്ച് എഴുതിയിട്ടൊരു പോസ്റ്റാണ്. കുറച്ച് നേരം ഞാനതവിടെ വെക്കാം, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്തിരുന്ന് വായിക്കാം. അതിൽ പറയുന്നത്, എന്നിട്ട് ഇവിടെ കേരളത്തിൽ മൊത്തത്തിൽ എത്ര ഹോട്ടലുകൾ പകൽ സമയത്ത് ഭക്ഷണം കൊടുക്കാതെ പൂട്ടിയിടുന്നുണ്ട്, എന്തോരം ഹിന്ദുക്കൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന സമയത്ത് ഒരു മര്യാദ എന്ന പോലെ നിങ്ങൾ കാണാതെ മാറിയിരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന കാര്യം 100% ശരിയൊന്നുമല്ല. അത് അവർ നിങ്ങൾക്ക് കണ്ടറിഞ്ഞ് തരുന്ന റെസ്പെക്റ്റാണ്. അത് നിങ്ങൾ ചോദിച്ച് മേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്തിനാണ് ഈ ഇരന്ന് വാങ്ങാൻ നടക്കുന്നത്? ജാസ്മിൻ ഒരാൾ നോമ്പ് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ റമദാൻ മാസം അങ്ങനെ ഗബ്രിയുടെ കൂടെ നടന്നു എന്ന് കരുതി നിങ്ങളുടെ മുസ്ലിംസുകളുടെ എല്ലാവരുടെ നോമ്പ് ഒരേ സമയം മുറിഞ്ഞു പോകുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വിശ്വസിച്ച് നിങ്ങളുടെ വിശ്വാസത്തിന് എന്താണ് പടച്ചോൻ എന്തെങ്കിലും തരുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾ നോമ്പും എടുത്ത് നല്ല കാര്യം ചെയ്യുക എന്ന രീതിയിൽ മറ്റൊരാളെ കുറിച്ച് കുറ്റവും പറഞ്ഞ് അവരെ പറ്റി വൃത്തികേടും അനാവശ്യം പറഞ്ഞുണ്ടാക്കി എന്തിനാണ് എടുത്ത നോമ്പിന് കാര്യമില്ലാണ്ടാക്കുന്നത്? ഞാൻ ജാസ്മിൻ്റെ ഒരു ബിഗ് ഫാൻ ഒന്നുമല്ല. ഞാൻ ജാസ്മിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പറയാണ്, ഇത്തരത്തിലൊരു പെൺകുട്ടീനെ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള കമൻസും കാര്യങ്ങളും ഞാൻ ഇവിടെ കൊടുക്കുക. ഇത് കണ്ടോ, ഗബ്രിയുമായിട്ട് അവർ ഒരു റൂമിലായിരിക്കാം. ഇതൊക്കെ വെറും അസംഷൻസ് ആണ്. ബിഗ് ബോസിൽ അവരിങ്ങനെ ഒരുമിച്ചിരുന്നത് കൊണ്ട് ഇപ്പം ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. അവരൊരു റൂമിലായിരിക്കാം. ഇപ്പം ഒരു പെണ്ണും ഒരാണും ഒരുമിച്ചൊരു റൂമിൽ ഇരുന്നു, അല്ലെങ്കിൽ ഒരുമിച്ചൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയി ഇരുന്നു, അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ ഇരുന്നു എന്ന് കരുതിയിട്ട് അത് ഒരു സെക്ഷൽ മീനിങ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ? അതിനുള്ളൊരു ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഗബ്രിയായിട്ട് എന്തിനാണ് ഈ മോശമായിട്ട് ചിത്രീകരിക്കുക? ഇത് ഒരുപാട് കമൻറ്റുണ്ട്, ഭയങ്കര വൾഗറായിട്ടുള്ള ഇഷ്ടം പോലെ കമൻറ്റും കാര്യങ്ങളുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ വായിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും അത് അറിയാത്തവരും കൂടെ അറിയുന്ന പോലെയോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് റാൻഡമായിട്ട് ജാസ്മിൻ്റെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്ന സമയത്ത്, ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക,
റഷ്യൻ ടൂറും സംബന്ധമായിട്ടുള്ള വീഡിയോസ് കാണും, നിങ്ങൾ ആ കമൻറ്റ് ബോക്സ് ഒന്ന് വായിക്കുക, നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവും. ഇത്രയും മോശമായിട്ടൊക്കെ ഒരു സ്ത്രീനെ കുറിച്ച് ആളുകൾ പറഞ്ഞുണ്ടാക്കുക എന്ന് പറയുന്ന സമയത്ത് ഇവർ ഈ നാട്ടിലിരിക്കുന്ന ആൾക്കാർ അങ്ങോട്ട് അടിച്ചു വിടുക, ഗബ്രിയായിട്ട് അങ്ങനെയായിരിക്കും, ഗബ്രിയായിട്ട് എങ്ങനെയായിരിക്കും, പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ വൃത്തികേടും അനാവശ്യങ്ങളാണ് പറയുന്നത്. എന്തോ ബെഡ് അവർ തട്ടി ഒരുക്കി കൊടുത്ത പോലെയാണ് ചില ആൾക്കാരുടെ കമൻറ്റ് വായിക്കുന്ന സമയത്ത്. ഞാനിവിടെ ഓരോ പോസ്റ്റായിട്ട് കൊടുക്കുക. ഈ ഒരു പോസ്റ്റ് ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്, അവള് ആ റഷ്യൻ ട്രിപ്പിൽ ഗബ്രിയായിട്ട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും വൃത്തികെട്ട രീതിയിൽ ഡബിൾ മീനിങ് അടിച്ചിറക്കുകയാണ് ഈ പുള്ളിക്കാരൻ്റെ പണി. ഈ പുള്ളി തന്നെയാണ് നേരത്തെ ആ ജാസ്മിൻ നോമ്പെടുത്തിട്ടില്ല, അങ്ങനെ അഴിഞ്ഞാടി നടക്കുകയാണ് എന്നൊക്കെ കാഫിർ എന്നൊക്കെ മറ്റു മതസ്ഥരെ പുള്ളി വിളിക്കുന്നതൊക്കെ ആയിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, വിമർശിക്കുന്ന ആൾക്കാരാണെങ്കിൽ വിമർശിക്കുന്നതിന് നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട്. പക്ഷെ ഒരാളുടെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ, അയാളുടെ ആ ഒരു സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ദയവ് ചെയ്ത് കമൻറ്റും കാര്യങ്ങളും ഇടാതിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.